ദേവൻ എന്തിനാണ് ഭൂമി? ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഹിന്ദു വിഭാഗത്തിൽ തന്നെയുള്ള ആളുകളാണ് ഈ ചോദിക്കുന്നത്, ദേവൻ എന്തിനാണ് ഭൂമി? അപ്പോൾ ഇങ്ങനെ ദേവൻ എന്തിനാണ് ഭൂമി എന്ന് ചോദിക്കുന്ന അങ്ങനെയുള്ളവരെ കുറിച്ച് കൂടുതൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ കൈവശമൊക്കെ ഈ ദേവൻ്റെ ഭൂമികളുണ്ടാകും. അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് ദേവൻ്റെ ഭൂമി പലരുടെയും കൈകളിൽ എത്തിച്ചേർന്ന ശേഷം തകർന്ന് കാട് മൂടിക്കിടക്കുന്ന ഒരു ദേവീക്ഷേത്ര ഭൂമിയിലേക്കാണ് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെന്ന ഈ പരമ്പര നിങ്ങളെ കൊണ്ടുപോകുന്നത്. തൃത്തല്ലൂർ ദേവീക്ഷേത്രം ആണ് ഈ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക്, ആ ക്ഷേത്രത്തിൻ്റെ പഴയകാലത്തെ അവസ്ഥകളും ഇപ്പോഴത്തെ സ്ഥിതിയും ഒക്കെ നമുക്ക് അവിടെ ചെന്ന് നമുക്ക് കാണാം. നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷികളുടെ ചിലപ്പും ഈ ദൃശ്യവുമൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തു തോന്നും? വൃക്ഷനിബിഡമായ ഒരു കാവ് അല്ലേ? എന്നാൽ അടുത്തേക്ക് ചെന്നാൽ നമുക്ക് മനസ്സിലാവും, ഇത് കാവല്ല, ഇവിടെ പഴയ നിർമ്മിതികളുടെ അവശേഷിപ്പുകളുണ്ട്. മനുഷ്യഗന്ധമേൽക്കാതെ പരശതം വർഷങ്ങളായി കാട് കയറി കിടക്കുന്ന ഈ ഭൂമിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇവിടെ നമുക്ക് ചതുര ശ്രീകോവിലോട് കൂടിയ ഒരു പുരാതന ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മണ്ണിനോടുള്ള മനുഷ്യൻ്റെ ഒടുങ്ങാത്ത ആർത്തി, അങ്ങനെയുള്ള ഒരു ആർത്തിയുടെ ദുരന്തമേറ്റുവാങ്ങേണ്ടി വന്ന ഒരു ക്ഷേത്രഭൂമിയാണിത്. ഈ ക്ഷേത്രഭൂമിയിൽ തകർന്നുപോയ ആ പുരാതന ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കിണറും നമുക്കിവിടെ കാണാം. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തുള്ള തീർത്ഥക്കുളമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ കുളമാണ്. പഴയ കാലത്ത് ഇത് ചുറ്റുഭാഗവും കൽപ്പടവുകളൊക്കെ കെട്ടിയിട്ടുള്ള ഒരു നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ക്ഷേത്രക്കുളമായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് ക്ഷേത്രം തകർന്നതോടുകൂടി ഈ കുളവും നശിച്ചു കിടക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പുറത്തൂർ പഞ്ചായത്തിലെ തൃത്തല്ലൂരിലുള്ള പെരുന്തുരുത്തി ദേവീക്ഷേത്രത്തിൻ്റെ വർത്തമാനകാല ചിത്രങ്ങളാണ്. 1200 വർഷം പഴക്കമുള്ള ഒരു ദുർഗാ ഭഗവതി ക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗം ഒരു കാലഘട്ടത്തിൽ വിശാലമായ നെൽവയലായിരുന്നു. വീതിയേറിയ ഒരു വരമ്പിലൂടെയാണ് അക്കാലത്ത് ഈ ക്ഷേത്രഭൂമിയിൽ പ്രവേശിച്ചിരുന്നത്. പുറത്തൂരിലെ പ്രമുഖ തറവാട്ടുകാരായ എടമിറ്റത്ത് പണിക്കന്മാരുടെ ഉടമസ്ഥയിലുള്ള ഒരു ക്ഷേത്രമാണിത്. എടമിറ്റത്ത് ഗോപാലപ്പണിക്കരുടെ കാലശേഷമാണ് ഈ ദേവഭൂമി ഇങ്ങനെ തകർന്നടിഞ്ഞത്. അതിനു പിന്നിൽ ഒരു കയ്യേറ്റത്തിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും കഥ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പെരുന്തുരുത്തി ദേവീക്ഷേത്രത്തിനു പുറമെ കണ്ണന്തളി ശിവക്ഷേത്രം, പൊന്നാരങ്ങശാല ശിവക്ഷേത്രം, തൃത്തല്ലൂർ ആയോധന കളരി, ഇതൊക്കെ എടമിറ്റത്ത് പണിക്കന്മാരുടേതാണ്. ധാരാളം ആശ്രിതരും കുടുംബ സുഹൃത്തുക്കളും എടമിറ്റത്ത് ഗോപാലപ്പണിക്കർക്കുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു പൊന്നാനിയിലെ ഏന്തീൻ കുട്ടി. പിൽക്കാലത്തുണ്ടായ ചില സാഹചര്യങ്ങളെ തുടർന്ന് ഗോപാലപ്പണിക്കർ പലപ്പോഴായി ഏന്തീൻ കുട്ടിയിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. പണം കടം കൊടുക്കുമ്പോൾ ഏന്തീൻ കുട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് ഗോപാലപ്പണിക്കരുടെ ഭൂമി കൈവശപ്പെടുത്തുക എന്നതായിരുന്നു. എന്നാൽ ഈ ആവശ്യം ഏന്തീൻ കുട്ടി ഉന്നയിച്ചപ്പോഴാണ് ഗോപാലപ്പണിക്കർ ഇക്കാര്യം മനസ്സിലാക്കിയത്. ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ ഗോപാലപ്പണിക്കർ തയ്യാറായില്ല. എന്നാൽ ഗോപാലപ്പണിക്കരുടെ ഭൂമി ഏന്തീൻ കുട്ടി രേഖയില്ലാതെ തന്നെ കൈവശം വയ്ക്കാൻ തുടങ്ങിയെന്നാണ് ഗോപാലപ്പണിക്കരുടെ പിന്മുറക്കാർ പറയുന്നത്. ഈ പിടിച്ചെടുക്കലിലാണ് ഈ ദുർഗാക്ഷേത്രവും കുളവുമൊക്കെ ഇരയായത്. നമുക്ക് ഇക്കാര്യത്തെക്കുറിച്ച് കണ്ടാണത്ത് പുത്തൻ വീട്ടിൽ രവീന്ദ്രന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം.
ഒരു തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഞാൻ പോയി. അപ്പോഴാണ് പറഞ്ഞ ഇടമുറ്റത്ത് പണിക്കന്മാരുടെ ഊരായ്മയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പോണ കാലത്ത് ഈ പറയുന്ന സ്ഥലത്താണ് ഉത്സവങ്ങളും ഇതൊക്കെ നടക്കാറുണ്ട്. ഞാനൊരു 63 വരെ പൊന്നാനി സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ എല്ലാ കൊല്ലം വേലകളും ഇതൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഞാനിവിടെ നിന്ന് വിട്ടുപോയതിന് ശേഷം ആ കണക്ഷൻ ഇല്ലാതെ ഇറക്കുക. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ നടക്കാറുണ്ട്, അറിയില്ല. ഞങ്ങളുടെ കുടുംബത്തിലിപ്പോൾ അവിടെ ഒരു കാരണവരുള്ള ശ്രീധരമേനോൻ എന്ന് പറഞ്ഞിട്ട് അവരാണ് പുറത്തൂർ താമസിക്കുന്നത്. ഞാൻ പുറത്തൂരല്ല താമസിക്കുന്നത്. ഈ ക്ഷേത്രം കാടുമൂടി കിടക്കുകയാണ്. ഇപ്പോൾ ഒരു യാതൊരു ഇതും കിട്ടാതെ കാടുമൂടി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇടമുറ്റത്ത് പണിക്കന്മാർ കിടന്ന് ഈ ക്ഷേത്രം മടക്കുള്ള ഭൂമി, ഇതിലും കൂടുതൽ ഭൂമി ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. എങ്ങനെയാണ് ഇതിങ്ങനെ അന്യാധീനപ്പെട്ടു പോയത്? ഇത് ഇടമുറ്റത്ത് മുത്തശ്ശൻ്റെ ഇടുന്ന ഈ സ്ഥലങ്ങളൊക്കെ പൊന്നാനി ഒരു ഏന്തിൻകുട്ടി ആശയുണ്ടായി. അവരുടെ കയ്യിൽ തന്നെ വിനതായിട്ട് പോയതാണ്. മുത്തശ്ശൻ അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണോ എന്ന് പറയാൻ പറ്റില്ല. മുത്തശ്ശന് പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ഇവർ വന്ന് പൈസ എഴുതി മേടിച്ചു കൊണ്ടുപോകാറുണ്ട്. എഴുതി മേടിച്ചുകൊണ്ട് 1000, 10,000, 100,000 ഒക്കെ ആയിട്ട് അങ്ങനെ പോയ സംഗതികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിന് ശരിക്കും വിൽപ്പന നടത്തിയ രേഖ ഉണ്ടാവാൻ സാധ്യതയില്ല. വിൽപ്പന നടത്തിയ രേഖ കുറവായിരിക്കും. എന്താ ചെയ്യും, വാങ്ങിച്ചതായിട്ടുള്ള ഇങ്ങനെ ആയിട്ട് അവർ എഴുതി വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നില്ല അത് രജിസ്റ്റർ ചെയ്ത് പിന്നെ ചെയ്തിട്ട് പോയിട്ടുണ്ടാവുമെന്ന് മുഴുവൻ. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും വിധത്തിൽ രജിസ്റ്റർ ചെയ്ത് എടുത്തതാണോന്നും പറയാൻ പറ്റില്ല ആ സമയത്ത്. എന്താ വെച്ചാൽ എൻ്റെ വീടുകളിലൊക്കെ കൊടുത്തിട്ട് ഇവരെ കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇടമുറ്റത്ത് പണിക്കന്മാരുടെ ഊരായ്മയിലുള്ള ഒരു ക്ഷേത്രമാണിത്. ആ കാലത്ത് ഉണ്ടായിരുന്ന അവിടെ 3-4 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് ഈ പെരുന്തുരുത്തി എന്ന് പറയുന്നത്, പിന്നെ കണ്ണന്തളി ശിവക്ഷേത്രം, അത് മുത്തശ്ശൻ്റെ വീടിൻ്റെ അന്ന് അവിടെ താമസിക്കുന്ന വീടിനോട് തൊട്ടുകൂടി കിടക്കുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഒരു മരവന്ത ശിവക്ഷേത്രമുണ്ട്. പിന്നെ ഒരു കളരിയുണ്ട്, മുത്തശ്ശൻ്റെ കളരി ഉണ്ടായിരുന്നു. ഈ കളരി ഇതെല്ലാം കൂടെ ഒന്നിച്ച് കിടക്കുന്ന ഒരു ഇതാണ്. ഈ പെരുന്തുരുത്തി മാത്രം കുറച്ച് വിട്ട് ഈ പെരുന്തുരുത്തി ദേവീക്ഷേത്രം അങ്ങനെയാണോ പറയുന്നത്? കേട്ടിരിക്കുന്ന അങ്ങനെ ദേവീക്ഷേത്രം, പെരുന്തുരുത്തി ദേവീക്ഷേത്രം എന്നാണോ? പെരുന്തുരുത്തി ക്ഷേത്രം എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വേല നടക്കുന്നത് തുലാമാസത്തിലാണ്. സാറിന് മകരും തുലാമാസത്തിലാണ് അവിടെ നടക്കുന്നത്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓർമ്മയാണ്. ഇപ്പോൾ തകർന്ന് കാടുമൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ക്ഷേത്രത്തെ പുനരുദ്ധാരണം ചെയ്യാൻ തറവാട്ടിലെ ഇതുപോലെ ശ്രമവും നടക്കുന്നുണ്ട്. അതിന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ശ്രമം എന്ന് പറയാൻ ചെയ്യുന്നില്ല പാസിറ്റി. പക്ഷെ അവിടെ നാട്ടുകാരുടെ ചുറ്റുപാടത്തുള്ളവർ എല്ലാവരും കൂടി തയ്യാറാണ്. ഞങ്ങളൊക്കെ സഹകരിക്കാൻ തയ്യാറാണ്. അന്യം നിന്ന് പോകണമെന്നില്ല. അത് ആ ക്ഷേത്രത്തിന്റെ ഊരാളന്മാര് ഇടമുറ്റത്ത് പണിക്കരാണ്. പണ്ടത്തേത് അങ്ങനെയാണെന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ളത്. പിന്നെ ഇപ്പോൾ അവരുടെ സമയത്ത് അവിടെ ഒരു കുഞ്ഞൂസൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാളുടെ കീഴിൽ അയാളുടെ അടുത്താണോ ഈ സ്ഥലം എന്ന് എനിക്കറിയില്ല. കുട്ടീന്റെ കയ്യിൽ നിന്നും മറിഞ്ഞ് എനിക്ക് ഓർമ്മ സമയത്ത് ആ സമയത്ത് കുഞ്ഞൂസന്റെ കയ്യിലാണോ. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് ഇപ്പൊ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പൊ ശരിക്കും ആ ക്ഷേത്രത്തിന്റെ ആ ഒരു തറ മാത്രമുള്ള ആ ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിന് ഇതല്ല ഭൂമിയുള്ളത്, കൂടുതൽ ഭൂമി ഉണ്ടായിരുന്നു. ഉണ്ടാവണം. എന്താ വെച്ചാൽ ചുറ്റുഭാഗത്തൊന്നും ഇതിലെ ക്ഷേത്രം സ്ഥലങ്ങളുമാണ്. പിന്നെ ഇപ്പൊ ആൾക്കാർ വന്നിട്ടാണ് സ്ഥലമൊക്കെ വാങ്ങിച്ച് ചുറ്റും ഉള്ളത്. നമുക്ക് എന്തൊക്കെ ചെയ്തു എന്ന് അറിയാൻ പറ്റില്ല. വടക്ക് ഭാഗത്തൊരു കുളമുണ്ട്, വലിയൊരു കുളമാണ്. അത് ക്ഷേത്രത്തിന്റെ കുളമായിട്ടൊന്നും ഉണ്ടാവുന്നുണ്ട്. ക്ഷേത്രത്തിനോടനുബന്ധിച്ച് കുളം കിണറൊക്കെ ഉണ്ടാവും. കിണറുള്ളിലുണ്ടോ? ഏന്തീൻകുട്ടി കൈവശം വെച്ച ഭൂമി പിന്നീട് കുഞ്ഞൂസൻ എന്നൊരാളുടെ കയ്യിലെത്തി. ഇയാളിൽ നിന്നും ഈ ഭൂമി പലരിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ധാരാളം ഹിന്ദുക്കൾ താമസിക്കുന്ന ഒരു പ്രദേശത്താണ്. ഈ ക്ഷേത്രക്കുളവും ക്ഷേത്രവും അനുബന്ധ ഭൂമിയുമൊക്കെ ഇപ്പോൾ കൈമാറ്റത്തിലൂടെ ഇപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ കൈവശത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ക്ഷേത്രം പൂർണ്ണമായി പുനരുദ്ധരിക്കണമെങ്കിൽ ക്ഷേത്രഭൂമി വിട്ടുകിട്ടണം. എന്നാൽ രേഖ കണ്ടെത്തി ക്ഷേത്രഭൂമി സ്വതന്ത്രമാക്കാൻ രംഗത്തിറങ്ങുന്നതിന് ഭക്തജനങ്ങൾ തയ്യാറാവുന്നില്ല. അതിനിറങ്ങിത്തിരിക്കാൻ എന്തുകൊണ്ടോ അവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്നും കിട്ടിയിട്ടുള്ള ഒരു സൂചന. ഇത് ക്ഷേത്രഭൂമിയുടെ മതിലല്ല, ചുറ്റമ്പലത്തിൻ്റെ ഭിത്തിയാണ്. ചുറ്റമ്പലത്തിന് ചുറ്റുമുള്ള ഭൂമി
അന്യരുടെ കൈവശമാണ്. ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുകയാണെങ്കിൽ ചുറ്റമ്പലത്തിന് ചുറ്റും 4 അടി ഭൂമി ഒഴിവാക്കി തരാമെന്നാണ് കൈവശക്കാരൻ പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ കുളം പോലും അന്യാധീനപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ ക്ഷേത്രത്തിന് തിരിച്ചു കിട്ടണമെങ്കിൽ ഈ കുളം കൈവശം വയ്ക്കുന്ന കൈവശക്കാരൻ തന്നെ കനിയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്ര ചൈതന്യം നശിക്കാൻ ഈ ക്ഷേത്ര ഭൂമിയിൽ ഈ നാലമ്പലത്തിനകത്ത് വേസ്റ്റ് കൊണ്ടിട്ട ഒരു ദുരന്ത കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും. സാധാരണ ഇങ്ങനെ തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ ചൈതന്യം നശിക്കാൻ ഇത്തരത്തിലുള്ള ദുഷ്കൃത്യങ്ങൾ ചെയ്തതായിട്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മുമ്പൊരിക്കൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ഒരു ശ്രമം നടന്നെങ്കിലും അത് ലക്ഷ്യത്തിലെത്തിയില്ല. അതിനെക്കുറിച്ച് ഈ ക്ഷേത്രഭൂമിയുടെ സമീപത്ത് താമസിക്കുന്ന നമ്പ്യാരത്ത് വാസു നായർ ഇങ്ങനെ പറയുന്നു. ചുറ്റുഭാഗത്തുള്ള ഒരു എൻ്റെ അച്ഛനും ഞാൻ ഞങ്ങളെ കൂടി കൂടിയിട്ട് പുനരുദ്ധരിക്കണം എന്നുള്ള പ്ലാൻ ചെയ്തിരുന്നു. അതിൽ പിന്നെ ഇന്നടി ഈ മുസ്ലിംസിൻ്റെ സ്ഥലമല്ലേ, അതിൻ്റെ വരുന്ന വഴിയൊക്കെ ചുറ്റുഭാഗം അവരാണ്. അങ്ങനെ അതിനെപ്പറ്റി പുറപ്പെട്ട് തയ്യാറെടുത്ത് എല്ലാവരും ഈ കൂട്ടത്തിൽ തന്നെ ഒരു കരിങ്കാലി ഉണ്ടായി. നമ്മളിവിടെ പ്ലാൻ ചെയ്യുമ്പോഴും അവർക്ക് പോയി വിവരം കൊടുത്ത് പെട്ടെന്ന് സ്റ്റേ ഓർഡർ ആയി. പിന്നെ അതിനായിരുന്നു കേസൊന്നും സ്റ്റേ ഓർഡർ എവിടെ വന്നു? സ്റ്റേ ഓർഡർ കൊടുക്കാൻ പോയി എന്ന് പിന്നെ അത് ഇട്ടെറിഞ്ഞു പോയി. ക്ഷേത്രത്തിൻ്റെ ഒരു പിടി മണ്ണ് പോലും അനധികൃതമായി സ്വന്തമാക്കരുത്. ക്ഷേത്രഭൂമി കൈവശം വയ്ക്കുന്നതും അത് നശിപ്പിക്കുന്നതും നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നതും നിയമവിരുദ്ധമാണ്. വിശ്വാസപ്രകാരം 7 തലമുറയ്ക്ക് ദുരിതം വിതയ്ക്കുന്ന നിന്ദ്യകർമ്മവുമാണ് അത്. ഇവിടെ നിന്നും മടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോകും, ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മനസ്സ് വന്നെങ്കിലെന്ന്. ക്ഷേത്രഭൂമിയും കുളവും പൂർണ്ണമായും ദേവിക്ക് തിരിച്ചു നൽകാൻ അത് കൈവശം വയ്ക്കുന്നവർക്ക് മനസ്സ് വന്നെങ്കിലെന്ന്. പൂർണ്ണ പുനരുദ്ധാരണത്തോടെ ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യമായിക്കൊണ്ട് പെരുന്തുരുത്തി ദുർഗാദേവി വാണരുളെന്ന ഒരു ദിവസം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.